ഹലോ, വീണ്ടും ഒരിക്കൽ കൂടി ഇൻഫിനിറ്റി മീഡിയയ്ക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണ്. കസ്റ്റമർ കംപ്ലൈൻറ്റ് പറയുന്നത് 360 ക്യാമറ വർക്ക് ആവുന്നില്ലെന്നാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതേ കംപ്ലൈൻറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ബാക്കിലെ ക്യാമറ വർക്ക് ആവുന്നില്ല. അവിടെ കണ്ടില്ല ഇൻറ്റു കിടക്കുന്നത്. അപ്പോൾ ഒരു ക്യാമറ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ 360 ക്യാമറ വർക്ക് ആകത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആദ്യം ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിലാണ് റിവേഴ്സ് ക്യാമറയുടെയും എല്ലാം 360 കാണിക്കുക. അപ്പോൾ അതാദ്യം ഫാക്ടറി റെസെറ്റ് ചെയ്ത് നോക്കുക, പോസ്റ്റ് റീസെറ്റും ചെയ്യുക. എന്നിട്ട് ഇഷ്യൂ റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പിന്നെ ചെക്ക് ചെയ്യാമെന്ന് വെച്ചത് ഇൻഫോർടൈൻമെൻറ്റ് അയച്ചു നോക്കുക. സൈഡിലെ പോസ്റ്റിലെ കപ്ലർ കുത്താത്തതോ ക്യാമറയിലോട്ട് വരുന്ന കപ്ലർ കുത്താത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അതാണിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് അയക്കുവാണ്. ഇൻഫോർടൈൻമെൻറ്റ് അയച്ചുകൊണ്ടിരിക്കുന്ന സീക്വൻസാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അയച്ച് നോക്കുവാണ്. പിന്നെ നമ്മൾ വേറെ ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർടൈൻമെൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഫാക്ടറി റെസെറ്റും പോസ്റ്റ് റെസെറ്റും ചെയ്യുക. അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം എന്താകും. ചിലപ്പോൾ ബഗ് ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ റിലേറ്റഡ് ഇഷ്യൂസ് ആവാം. എന്നിട്ട് കുഴപ്പമില്ലെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്തു, ഹെഡ് യൂണിറ്റ് ഫ്ലാഷ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതൊന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കാം. ഫ്ലാഷ് ചെയ്തിട്ടും റെഡി ആയില്ലെങ്കിലാണ് നമ്മളിത് അയച്ചു നോക്കുന്നത്. അയച്ചു നോക്കിയിട്ട് നമുക്ക് ഇതുവരെ കംപ്ലൈൻറ്റ് കിട്ടിയില്ല. സ്റ്റിൽ പ്രോസസ്സിങ്. സി യു നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ.